നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബി.ജെ.പി. നേതാവ് പ്രകാശ് ജാവ്ദേക്കർ നിർണായകമായ ചില വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ചില തുറന്നു പറച്ചിലുകൾ അദ്ദേഹം നടത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സ്ലോജിക് കമ്പനിക്കെതിരായ അന്വേഷണം സുതാര്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. കുറ്റക്കാർ ആരായാലും ശിക്ഷിക്കപ്പെടും. വീണ വിജയൻ ചെയ്തത് എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണെന്നും അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്നത് CPMന്റെ ആരോപണം മാത്രമാണെന്നും പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. അത് അന്വേഷണം പൂർത്തിയാകുമ്പോൾ അവർക്ക് മനസ്സിലാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. CPM BJP ഒത്തുകളിയെന്ന UDF ആരോപണം, ഈ ആരോപണത്തിനും അദ്ദേഹം മറുപടി നൽകിയിരിക്കുകയാണ്. ഈ വർഷത്തെ ഏറ്റവും വലിയ തമാശയാണ് CPM BJP ഒത്തുകളിയെന്ന ഒരു പ്രതികരണമാണ് ഈ ഒരു ആരോപണത്തിന് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP മികച്ച വിജയം നേടും. പുതിയ ചരിത്രം കേരളത്തിൽ ഈ തിരഞ്ഞെടുപ്പിലൂടെ BJP എഴുതുമെന്നും പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. 2024 വീണ്ടും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകും. കേരളത്തിൽ MLA മാർ ഇല്ലാതിരുന്നിട്ട് പോലും മലയാളികൾക്ക് പ്രധാനമന്ത്രി മോദി വലിയ പരിഗണനയാണ് നൽകുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അടുത്ത 100 ദിവസത്തിനുള്ളിൽ BJP നേതാക്കൾ കേരളത്തിലെ എല്ലാ വോട്ടർമാരെയും നേരിട്ട് കാണുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 5 സീറ്റുകളിൽ വിജയിക്കുമെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള BJP ജനറൽ സെക്രട്ടറി പ്രകാശ് ജാവ്ദേക്കർ നേരത്തെയും പ്രതികരിച്ചിരുന്നു. കേരളത്തിലെ ക്രൈസ്തവർ BJPയിൽ നിന്നും അകന്നിട്ടില്ല എന്നൊരു പ്രതികരണമായിരുന്നു നേരത്തെ അദ്ദേഹം നടത്തിയത്. ചില്ലി കാശിനു വേണ്ടി വിലപേശൽ നടത്തുന്നവരല്ല കേരളത്തിലെ ക്രൈസ്തവരെന്നും റബ്ബർ വിലയുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു ഇത്തരത്തിലൊരു മറുപടി അദ്ദേഹം പറഞ്ഞത്. മോദി തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ ജാവ്ദേക്കർ തള്ളിക്കളയാതെയുള്ള ഒരു പ്രതികരണമായിരുന്നു നടത്തിയത്. കേരളത്തിൽ ഇത്തവണയും വലിയ പ്രതീക്ഷയാണ് BJPക്ക്. 0 നിന്നും 5 സീറ്റുകൾ ഉയരുമെന്നാണ് പ്രകാശ് ജാവ്ദേക്കർ നേരത്തെ നടത്തിയ പ്രതികരണത്തിൽ ചൂണ്ടിക്കാണിച്ചത്. പുതുമുഖങ്ങളും പ്രമുഖരും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJPയിൽ എത്തുമെന്നും അപ്രതീക്ഷിത സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്നും ക്രിസ്ത്യൻ വിഭാഗം പാർട്ടിയിൽ നിന്ന് അകന്നിട്ടില്ല എന്നും മലയോര കർഷകരുടേതടക്കം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും വലിയ പ്രഖ്യാപനങ്ങൾ കേരളത്തെ കാത്തിരിക്കുന്നു എന്നതടക്കമുള്ള പ്രതികരണങ്ങളായിരുന്നു നേരത്തെ അദ്ദേഹം നടത്തിയത്. അതേസമയം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സ്ലോജിക് കമ്പനിക്കെതിരായ അന്വേഷണം സുതാര്യമാണ് എന്നൊരു പ്രതികരണം കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചില റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഈ ഒരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ രേഖകളിൽ കൃത്രിമം കാണിച്ചതായി രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ നിർണായക കണ്ടെത്തൽ. എക്സ്ലോജിക് കമ്പനി മരവിപ്പിക്കാനായി നൽകിയ അപേക്ഷയിലും സത്യവാങ്മൂലത്തിലും തെറ്റായ വിവരങ്ങളുള്ളതെന്നായിരുന്നു കണ്ടെത്തൽ. വീണയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും ബംഗളൂരു ROCയുടെ റിപ്പോർട്ടിലുണ്ടായിരുന്നു. എക്സ്ലോജിക് കമ്പനി മരവിപ്പിച്ചത് പലതും മറച്ചുവെക്കാനെന്ന ആരോപണം ശക്തമായിരുന്നു. എക്സ്ലോജിക്കിനും വീണയ്ക്കും കുരുക്കായ ROC ബംഗളൂരിന്റെ റിപ്പോർട്ടിൽ മരവിപ്പിക്കൽ ക്രമക്കേടും രേഖപ്പെടുത്തിയിരുന്നു. കമ്പനി മരവിപ്പിക്കൽ നടപടിക്കായി ROCക്ക് സമർപ്പിച്ച രേഖകളിൽ വീണ വിജയൻ കൃത്രിമം കാണിച്ചെന്നായിരുന്നു റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. 2 വർഷത്തിനിടയിൽ ഒരിടപാട് നടത്തിയിട്ടില്ലാത്ത കമ്പനികൾക്ക് മാത്രമാണ് മരവിപ്പിക്കൽ അപേക്ഷ നൽകാനാകുന്നത്. എന്നാൽ മരവിപ്പിക്കലിന് അപേക്ഷിക്കാനുള്ള യോഗ്യത എക്സ്ലോജിക്കിനുണ്ടായിരുന്നില്ല. ഇത് മറച്ചുവെച്ചാണ് 2022 കമ്പനി അപേക്ഷ നൽകിയത് എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.